ഹിക്കിം വില്ലേജ്. ഹിമാചൽ പ്രദേശിലെ സ്പിത്തി വാലിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഹിക്കിം വില്ലേജ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെയാണ്. ഈ ഒരു ഹിക്കിം വില്ലേജിനൊരു പ്രത്യേകത ഉണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസ് ഈ ഒരു വില്ലേജിലാണുള്ളത്. ഇതേ ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ ഹിക്കിം വില്ലേജ്. ശരിക്കും സ്പിത്തി വാലിയിലുള്ള വില്ലേജുകളിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം ഈ ഒരു ഗ്രാമമാണെന്നൊരു സംശയമില്ലാതെ നമുക്ക് പറയാം. എന്നാൽ ഈ വരുന്ന ആളുകളുടെയൊക്കെ ഉദ്ദേശം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസിൽ നിന്നും അവരുടെ വീടുകളിലേക്കോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കോ പോസ്റ്റ് കാർഡ് അയക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അവർ അതിനടുത്തുള്ള കടയിൽ നിന്നോ വീടുകളിൽ നിന്നോ ഓർമ്മയ്ക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്, അതായത് സുവനിയർ മേടിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവർ തിരിച്ചു പോകും. എന്നാൽ ഈ പോസ്റ്റ് ഓഫീസിനും അപ്പുറം ഒരു ഹിക്കിം വില്ലേജ് ഉണ്ട്. 200ഓളം ആളുകൾ സന്തോഷത്തോടെ താമസിക്കുന്ന, അതിൽ തന്നെ 35ഓളം കുട്ടികളുള്ള, പ്രധാനമായിട്ടും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുടെ ഹിക്കിം വില്ലേജ്. അപ്പോൾ പോസ്റ്റ് ഓഫീസിനും അപ്പുറമുള്ള ഒരു ഹിക്കിം വില്ലേജ് അല്ലെങ്കിൽ ഹിക്കിം വില്ലേജ് ബിയോണ്ട് ദ പോസ്റ്റ് ഓഫീസ്, അത്തരമൊരു കാഴ്ചയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് ഇന്നത്തെ ഫോട്ടോ വ്ളോഗിലൂടെ. വെൽക്കം ടു ഫോട്ടോ ചാനൽ. നമ്മൾ പറഞ്ഞ ആ ഒരു ഐക്കോണിക് പോസ്റ്റ് ഓഫീസാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ 2 ടൂറിസ്റ്റുകളെ കാണാം. ഇപ്പോൾ ഇതേപോലെ ആളുകൾ അവിടെ വന്ന് പോസ്റ്റ് ചെയ്യുക, അതേപോലെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് പോകാറൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇതിനും അപ്പുറമുള്ള ഹിക്കിം വില്ലേജ് കാണിച്ചു തരാമെന്നല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ റോട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ പോസ്റ്റ് ഓഫീസിലേക്ക് വന്ന ടൂറിസ്റ്റുകളാണ്. അപ്പോൾ നമ്മുടെ ഹിക്കിം വില്ലേജ് കാണിച്ചു തരാം ഞാൻ. പോസ്റ്റ് ഓഫീസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ആ സൈഡിലാണ്. ഇതൊക്കെ ഹിക്കിം വില്ലേജിൻ്റെ ഭാഗമാണ്. ഈ ഒരു വില്ലേജ് നീണ്ടതാ അവിടെ വരെ കിടക്കുന്നുണ്ട്. നമ്മുടെ ടെൻറ്റും നമ്മുടെ ഫ്രണ്ടും അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം പതുക്കെ അതിൽ താഴോട്ട് ഇറങ്ങാം. ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കൂടെ കമ്പനിക്ക് വരുന്നത് ഇവളാണ്. ഇവളുടെ പേര് നവാസ് തിക്കിത്ത് എന്നാണ്. എന്നാ നവാസ് തിക്കിത്ത്. ഈ വില്ലേജിൽ ഏകദേശം 30ഓളം വീടുകളാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ വീടുകളുടെ റൂയിൻസ് അഥവാ തകർന്ന അവശിഷ്ടങ്ങൾ കാണാൻ പറ്റും. അത് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന ഭൂമി കുലുക്കത്തിലും അതേപോലെ വിൻ്റർ ടൈമിലെ ഹെവി സ്നോഫോളിലൊക്കെ ആയിട്ട് തകർന്ന ചില വീടുകളാണ്. അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. അവരൊക്കെ മറ്റ് വീടുകൾ വെച്ചിട്ട് മാറി താമസിച്ചതാണ്. 2019 ഞാനിവിടെ വന്ന സമയത്ത് സ്കൂളിൽ 30 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളത് ചെറിയ കുട്ടികളായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ഇവിടെ നിരന്ന് കിടക്കുന്ന ഈ വില്ലേജുകളൊക്കെ ഹിക്കിം വില്ലേജ് ആണെങ്കിലും നമ്മുടെ പോസ്റ്റ് ഓഫീസിലുള്ള ഈ ഒരു സൈഡിനെയാണ് പൊതുവെ ഇവിടെ എല്ലാവരും ഹിക്കിം എന്ന് പറയുന്നത്. ഇതല്ലാത്ത ആ ഒരു ഭാഗത്ത് കാണുന്ന കൂട്ടം ഓഫ് വീടുകളുണ്ടല്ലോ, ആ സ്ഥലങ്ങളെ റുൽദുങ് വില്ലേജ് എന്നാണ് പറയുന്നത്. പക്ഷെ മൊത്തത്തിൽ ഹിക്കിമാണ്. അതായത് പുറമേ ഉള്ള ആളുകൾക്ക് ഇത് എല്ലാം ഹിക്കിമാണ്. പക്ഷെ ഇവിടെ ഉള്ള ആളുകൾക്ക് ഈ സൈഡ് ഹിക്കിമും ആ സൈഡ് റുൽദുങ്ങുമാണ്. ചലോ സ്കൂൾ, ചലോ സ്കൂൾ ऐसा जाएगा. ഓക്കെ, സ്കൂളാണ് ആ സൈഡ് കാണുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ പോവാണ്. കെഹാ സേ യഹാ സേ കോൺ ജായേഗാ ऐसे മർ ജായേഗാ, അടി കിട്ടും. ചലോ ऐसा. അവള് വേണമെങ്കിൽ ഈ ഒരു ഇറക്കത്തൂടെ ഇറങ്ങി കാണിച്ചു തരാന്നാണ് പറയുന്നത്. നഹി നഹി നോ നോട്ട് അണ്ടർ മൈ വാച്ച്. അമ്മേ അവള് പോണ പോക്ക് എനിക്കത് കണ്ടിട്ട് പേടിയാ വന്ന്. ഓക്കെ, മണ്ണിന് നല്ല ഗ്രിപ്പാണ്. അപ്പോൾ അതാണ് കുട്ടി അങ്ങനെ പോണേ. നമുക്കങ്ങനെ പോകാൻ പറ്റൂല, നമുക്ക് പേടിയാണ്. പറഞ്ഞില്ലേ വീണില്ലേ. സെഡിമെൻ്റൽ റോക്സിൻ്റെ പൊടികളാണ് ഇവിടെ കാണുന്ന ഈ ഒരു മണ്ണൊക്കെ. അതിനെപ്പറ്റി നമ്മൾ മറ്റൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സെഡിമെൻ്റൽ റോക്ക് എന്നൊക്കെ. അപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഹിക്കിമിലെ സ്കൂളിലെ ലക്ഷ്യമാക്കിയിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ മെയിനായിട്ടും മട്ടർ അഥവാ ഗ്രീൻ പീസ്, അതേപോലെ കോതമ്പ്, ബാർലി, ഇവയൊക്കെയാണ് മെയിനായിട്ട് ഇവിടുത്തെ ആളുകൾ കൃഷി ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഹെവി സ്നോഫോൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പോൾ വർഷത്തിൽ 6 മാസം ഈ സ്ഥലമൊക്കെ മണ്ണിനടിയിലായിരിക്കും. ആ സമയത്ത് ഇവിടുത്തെ ആളുകൾ അധികം പുറത്തോട്ടൊന്നും പോകാറില്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇവർക്ക് കാസ സിറ്റിയിൽ ആ സമയത്ത് പോകാൻ പറ്റുന്നതാണ്, ചെയിൻഡ് കാറുകളൊക്കെ ഉപയോഗിച്ചിട്ട്. പക്ഷേ പൊതുവേ ഇവർ ചെയ്യുന്നത് വിൻ്റർ സമയം ആകുമ്പോഴത്തേക്കും എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്ത്, ഭക്ഷണ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ട് പിന്നെ 6 മാസം വീട്ടിൽ തന്നെ താമസിക്കുകയാണ് ഇവർ ചെയ്യുക. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന നമുക്ക് ഇവരെ കാണാൻ ഏറ്റവും നല്ല സീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മിഡ് സെപ്റ്റംബർ അല്ലെങ്കിൽ സെപ്റ്റംബർ അവസാന ഭാഗമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ദൂരെയുള്ള വയലുകളൊക്കെ കാണാം, അവിടെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം മട്ടർ അഥവാ ഗ്രീൻ പീസ് പറിക്കുന്ന ജോലിയാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ ലോസർ വില്ലേജിൻ്റെ ഒരു വീഡിയോയിൽ അത് കണ്ടതാണ്. അപ്പോൾ ആ ജോലിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പൊതുവേ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴാണ് ഇവർ തിരിച്ചെത്തുക. അപ്പോൾ ലോസർ വില്ലേജിനെ അപേക്ഷിച്ചിട്ട് ഇവരുടെ വീടുകളിൽ നിന്നും വളരെ അകലെയാണ് ഇവരുടെ വയൽ പ്രദേശങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ രാത്രി വരെ വീട്ടിൽ അങ്ങനെ ഇവിടെ ആരും ഉണ്ടാവില്ല, എല്ലാവരും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സീസൺ, ഞാനിപ്പോൾ വന്ന ഈ ഒരു സീസണിൽ വന്നു കഴിഞ്ഞാൽ ആളുകളായിട്ടുള്ള ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ അവരെ കാണലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരു മിഡ് സെപ്റ്റംബർ ആയി കഴിഞ്ഞാൽ, അതായത് ഈ മട്ടറിൻ്റെ സീസൺ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഗോതമ്പ് ബാർലി സീസണുകളാണ്. അത് അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പറിച്ചു കൊണ്ടുവന്നിട്ട് ഇവരുടെ വീടിൻ്റെ മുറ്റത്തിട്ടിട്ടാണ് ഇതിൻ്റെ ജോലികൾ ഇവർ തുടരുക. അപ്പോൾ ഈ ഒരു സീസണിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വീടിൻ്റെ പുറത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ വീടിൻ്റെ പുറത്ത് ഈ ഒരു ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ 2019 വന്ന സമയത്ത് ആ ഒരു സീസണിലാണ് ഞാൻ വന്നത്. അങ്ങനെയാണ് എല്ലാവരും കണ്ട് എല്ലാവരോടും സംസാരിച്ച് ആ സമയത്ത് നന്നായിട്ട് എല്ലാവരും പരിചയപ്പെടാനൊക്കെ പറ്റിയത്. അങ്ങനെ നടന്ന് നമ്മൾ സ്കൂളിൻ്റെ ഭാഗത്തെത്തി. ഇത് സ്കൂളിൻ്റെ ബാത്റൂമാണ്. ഞാൻ ആ ബാത്റൂം ഒരു പ്രാവശ്യം യൂസ് ചെയ്തതാണ്, കാരണം ഇവിടെ അധികം വീടുകളിലും ബാത്റൂം ഇല്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഞാൻ ഈ ബാത്റൂമാണ് യൂസ് ചെയ്തിരുന്നത് വിത്ത് പെർമിഷൻ ഓഫ് ഹെഡ് മാസ്റ്റർ. അതേപോലെ ഇത് സ്കൂളിൻ്റെ പഴയ തകർന്നൊരു കെട്ടിടമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇത് തകർന്ന് കിടക്കുകയാണ്. ഇത് പുതിയൊരു ബ്ലോക്കാണ്. ഇതിനകത്ത് എന്താ ഉള്ളത് നമുക്ക് നോക്കാം. അച്ചായേ, ഇത് നന്നേ ചെറിയ കുട്ടികൾക്കുള്ള ക്ലാസ് ആണെന്ന് തോന്നുന്നു. ഏതായാലും ഇപ്പോൾ കോവിഡായിട്ട് ഇവിടെ 2 വർഷമായിട്ട് സ്കൂൾ അടവാണ്, നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ. ശരിക്കും ഇവിടുത്തെ സ്കൂളുകൾ തുറക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി മറ്റാർക്കെങ്കിലും ഇതിൻ്റെ കാരണം പറയാനുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ എഴുതാവുന്നതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്കൂളിൽ ഈ ഗ്രാമത്തിലുള്ള കുട്ടികൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ കുട്ടികൾ എന്നും കാണുന്നുണ്ട്, അവർ പരസ്പരം കളിക്കുന്നതൊക്കെയാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് സ്കൂൾ തുറന്നു കൊടുത്തെന്ന് വെച്ചിട്ട് പുറത്തുനിന്ന് ഇങ്ങോട്ട് കുട്ടികൾ വരുമോ, അങ്ങനെ ഇൻട്രാക്ഷനൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ എന്തിനാണത് അടച്ചിട്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്, അറിയില്ല. ചിലപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പോരായ്മയായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ അറിവുകേടായിരിക്കാം, അതിന് മറ്റെന്തെങ്കിലും ഒരു വാലിഡായ കാരണം ഉണ്ടായിരിക്കും. ഇതാണ് ഈ സ്കൂളിൻ്റെ പുതിയ ബിൽഡിങ്ങുകൾ. ഈ ഒരു ഗ്രാമത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് കോൺക്രീറ്റും ഷീറ്റും ഉപയോഗിച്ച ബിൽഡിങ് ഇതാണെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഹെഡ് മാസ്റ്റർ എന്നോട് പറഞ്ഞിരുന്നത്. ചലോ അപ്പോൾ ആ വിളഞ്ഞു നിൽക്കുന്നതൊക്കെ ബാർലിയോ ഗോതമ്പോ ആണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ഇപ്പോഴും ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഏതായാലും അങ്ങ് ദൂരെ മലമുകളിലൊക്കെ നിങ്ങൾക്ക് ഗോപ്രോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അങ്ങ് ദൂരെയാണ് ഒരുപാട് ആളുകൾ അവരുടെ മട്ടർ ഫീൽഡിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവരുടെ വയൽ പ്രദേശത്തേക്കൊന്ന് നടന്നു നോക്കാം. ഈ ഗ്രാമത്തിലെ മറ്റൊരു മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ അത് രാവിലെയും വൈകുന്നേരവും ഉള്ളതാണ്. ആ ഭാഗത്ത് എവിടെയോ ഉള്ളൊരു വീട്ടിൽ ഒരുപാട് ആടുകളുണ്ട്. അപ്പോൾ ചെറിയൊരു പയ്യൻ ഈ ആടുകളെയും തളിച്ചുകൊണ്ട് രാവിലെ ആ പുല്ല് കാണുന്ന ആ ഭാഗത്തേക്ക് ആടുകളെ കൊണ്ടുപോകുന്നൊരു കാഴ്ച ഉണ്ട്. അവൻ വൈകുന്നേരം ഒരു 4 മണി 5 മണി സമയത്ത് അതിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഈ 2 കാഴ്ചകൾ അതിമനോഹരമാണ്. 2019 ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ ഇവിടെ 3 ദിവസം താമസിച്ചിട്ട് അന്ന് വൈകുന്നേരം പോകാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോഴാണ് വൈകുന്നേരത്തെ ഈ ഒരു കാഴ്ച ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ അതുവരെ ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇവരെ കൊണ്ടുവരുന്നൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ഭംഗി ഞാൻ അതുവരെ കണ്ടിരുന്നില്ല. ഏതായാലും അവൻ പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് റെക്കോർഡ് ചെയ്തത് എൻ്റെ മൊബൈലിലാണ്. അന്ന് എൻ്റെ ക്യാമറ ഞാനിവിടുന്ന് പുറപ്പെടുകയാണല്ലോ, അപ്പോൾ എൻ്റെ ക്യാമറ ഞാൻ ചാർജിലിട്ടതായിരുന്നു. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ക്യാമറ കയ്യിലില്ലാത്തതുകൊണ്ട് ആ ഒരു ഫോട്ടോ എടുക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ തൽക്കാലം ഞാൻ മൊബൈലിലാണ് ഇത് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസം കൂടി ഇത് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോ എടുക്കുന്നത് വെറുത്താണെന്ന്. അങ്ങനെ ഞാൻ ഒരു ദിവസം കൂടെ വീണ്ടും ഇവിടെ സ്റ്റേ ചെയ്തു. പക്ഷേ പിറ്റേ ദിവസം നമ്മളെ സൂര്യൻ ചതിച്ചു. സൂര്യനല്ല, മേഘങ്ങൾ ചതിച്ചു. നമുക്ക് ആ ഒരു ബീം ഓഫ് ലൈറ്റ് കിട്ടിയില്ല. പിറ്റേ ദിവസം ഞാൻ ക്യാമറയിലെടുത്ത ഫോട്ടോ ആണ് ഇത്. പക്ഷേ ആ ഒരു സൂര്യപ്രകാശം ഇല്ലാത്തതുകൊണ്ട് അത്ര ഭംഗിയായില്ല. ഇപ്പോൾ താഴെ വയൽ പ്രദേശത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. കുറച്ച് അപകടം തോന്നുന്നു എനിക്ക്.
മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം കൂടി പറഞ്ഞുതരാം. ഇതിനടുത്തുള്ള ലാങ്സ എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്. അപ്പോൾ ആ വില്ലേജ് ഫോസിൽ വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഫോസിൽ നമുക്ക് ഈ വില്ലേജിൽ നിന്നും കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് എനിക്ക് വലിയൊരു അമോണൈറ്റിൻ്റെ ഫോസിൽ ഇവിടുന്ന് കിട്ടിയതാണ്. അമോണൈറ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്രയോ മില്യൺ വർഷങ്ങൾ പഴക്കമുള്ള ഫോസിലാണ്. അപ്പോൾ അതെനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങളിവിടെ കാണുന്ന ഈ ആയിരക്കണക്കിന് കല്ലുകളുടെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ അമോണൈറ്റിൻ്റെ ഒക്കെ ഫോസിൽ കിടക്കുന്നുണ്ടാവും. നമ്മൾ ശ്രമിച്ചാൽ വേണമെങ്കിൽ ഈസി ആയിട്ട് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഫോസിൽ പൊതുവെ സ്പോട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഉരുണ്ട കല്ലുകൾക്കുള്ളിലായിട്ടാണ്. അതായത് ഉരുണ്ട കല്ലല്ല, ആക്ച്വലി നമ്മൾ ഈ കാണുന്ന ചതുരത്തിലുള്ള ഇത് നാച്ചുറലി കട്ടാവുന്നതാണ് ഇങ്ങനെ ചതുരത്തിൽ. ഇത്തരം കല്ലുകളുടെ ഉള്ളിലാണ് ഈ ഒരു അമോണൈറ്റ് പണ്ട് അഗ്നിപർവ്വത സ്ഫോടനത്തിന് ശേഷമോ എന്തോ കുടുങ്ങി കിടക്കുന്നത്. പിന്നെ ഇവ പുഴയിലൊക്കെ ഒഴുകിയിട്ട് ഈ ഒരു കല്ലുകൾ ഷേപ്പാവും. അപ്പോൾ ഈ അമോണൈറ്റുള്ള കല്ലുകൾ ഷേപ്പായിട്ടൊരു റൗണ്ടിലായിരിക്കും ഈ ഒരു കല്ലുകൾ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഉരുണ്ട കല്ലുകളോ അല്ലെങ്കിൽ അതിൻ്റെ കഷ്ണങ്ങളോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അമോണൈറ്റ് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇതെന്തോ ഒരു ഫോസിലിൻ്റെ പീസാണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ മാർക്കിങ്ങുകൾ കാണുന്നുണ്ട്, പക്ഷെ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. അവിടെ കിടക്കട്ടെ. ഇതേപോലൊക്കെ തന്നെയാണ് അമോണൈറ്റിൻ്റെ കല്ലുകൾ ഉണ്ടാവുക, ഈ ഒരു റൗണ്ട് ഷേപ്പിൽ. ഇത് അമോണൈറ്റാണ്, ഫോസിലാണിത്. പറഞ്ഞില്ലേ വളരെ എളുപ്പമാണ്. ഇവിടെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് ഫോസിലുകൾ. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ഗോപ്രോ വ്യൂവിൽ. ദിനോസറുകൾക്ക് മുമ്പേ ജീവിച്ചിരുന്ന ജീവിയുടെ ഫോസിലാണിത്. ഇപ്പം നമ്മൾ വയൽ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സീസണിൽ ഇവരുടെ വലിയ ആളുകളൊക്കെ, മുതിർന്ന ആളുകളൊക്കെ ഈ ഒരു വയൽ പ്രദേശത്ത് ജോലിയിലായതുകൊണ്ട് കുട്ടികളും പൊതുവെ ഈ ഒരു ഏരിയ ചുറ്റിപ്പറ്റിയിട്ടാണ് നിൽക്കുക. അതുകൊണ്ടാണ് ഈ ഒരു സീസണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാമത്തിനകത്ത് കുട്ടികളെ ആരും കാണാൻ പറ്റില്ല. ഏതായാലും കോതമ്പോ പാർലിയോ എന്തോ ഒന്ന് ഇവിടെ വിളഞ്ഞ് ഭാഗമായി നിൽക്കുന്നുണ്ട്. 1-2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വിളവെടുപ്പ് സീസണാണ്. അതുവരെ ഇവർ മട്ടറിൻ്റെ മുകളിലാണ് ജോലി. ഹാജി मटर कैसा है जी? ठीक है। और ये सीज़न के बाद वो बार्ली का सीज़न है ना? അപ്പോൾ നമ്മൾ മുമ്പ് ലോസർ വില്ലേജിൻ്റെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഒരു മട്ടർ ചാക്കിലാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. വൈകുന്നേരം ലോറി വരും ഇങ്ങോട്ട്, അതിൽ കയറ്റി ഇവർ ഈ സാധനങ്ങളൊക്കെ മാർക്കറ്റിലേക്ക് വിടുകയാണ് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ലൈഫ് ഈ ഒരു സൈക്കിളിൽ ഇങ്ങനെ പോവുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമുക്കിത് കാണാൻ ഏറ്റവും നല്ല ടൈം സെപ്റ്റംബർ, മിഡ് സെപ്റ്റംബർ അല്ലെങ്കിൽ ലാസ്റ്റ് സെപ്റ്റംബറോട് കൂടിയിട്ട് ഇവിടെ തണുപ്പ് കൂടും. ചിലപ്പോൾ സ്നോഫോളിനുള്ള ചെറിയ രീതിയിലുള്ള സ്നോഫോളിനുള്ള സാധ്യതയും ഉണ്ടാകും സീസണിൽ. അതേപോലെ ടൂറിസം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ഇവിടെ വളരെ കുറവാണ്. മുകളിൽ കഫേയല്ല ചെറിയ റെസ്റ്റോറൻറ്റുകൾ നടത്തുന്ന 2-3 പേരുണ്ട്. അതേപോലെ പോസ്റ്റ് കാർഡ് അങ്ങനെയുള്ള ചില സാധനങ്ങൾ വിൽക്കുന്ന 1-2 കടകളുണ്ട്. അതല്ലാതെ മറ്റാരും ഇവിടെ ടൂറിസത്തിന് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളല്ല. പിന്നെ ഇവിടെ ഒറ്റ വീട്ടിൽ ഹോം സ്റ്റേ എന്നുള്ളൊരു ബോർഡ് ഞാൻ കണ്ടിട്ടുണ്ട്. അതും ആളുകൾ അങ്ങനെ അങ്ങ് വന്ന് താമസിക്കാറൊന്നുമില്ല അവിടെ. ഏതായാലും അങ്ങനെ ഒരു ബോർഡുള്ളൊരു വീട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഏതായാലും ബാർലിയും കോതമ്പും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചിട്ടോ. ഇതവിടെ തല കുനിച്ച് നിൽക്കുന്ന ആ ചെടികളുണ്ട്, അതാണ് ബാർലി. ഈ തല ഉയർത്തി നിൽക്കുന്ന ഇത് കോതമ്പാണ്. കാണിച്ചു തരാം. ദാ ഇത് കോതമ്പ്, ഇത് ബാർലി. വൈകുന്നേരമായി. നമ്മൾ നേരത്തെ പറഞ്ഞ ആട്ടിൻ്റെ ആ കൂട്ടുണ്ടല്ലോ, അത് വരാൻ സമയമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം 1 മണിക്കൂറായി അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്.
ടൈം ഇപ്പോൾ 5:20. ഞാൻ ഇന്നലെ 4:30 അവർ പാസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിന്ന് 4 മണി മുതൽ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പം 5:20 ആയിട്ട് ഇന്ന് ഇതുവരെ ആരും വന്നിട്ടില്ല. ഏതായാലും നമ്മൾ കാത്തിക്കുകയാണ്. आप लोग डांस कैसे करते हैं? ऐसा है ना, ऐसा कर वो बच्चा बहुत दूर चला। हाँ देख रहे हेलो ദൂരത്തുനിന്ന് അവിടെ പോയി. യെസ്, അവിടുന്ന് അവിടെ ഉണ്ട് ആടിൻ്റെ കൂട്ടം ദൂരത്തുനിന്ന് വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഓർമ്മ നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. 2019 സെപ്റ്റംബർ മാസം ഞാനപ്പോൾ ഹിക്കിം വില്ലേജ് സന്ദർശിച്ചു. കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. കുറച്ച് ദിവസം ഇവിടെ താമസിക്കണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം താമസിച്ചു. ഇവിടുത്തെ സ്കൂളുകൾ സന്ദർശിച്ചു. സ്കൂളുകളല്ല, ഒറ്റ സ്കൂളേ ഉള്ളൂ. സ്കൂൾ സന്ദർശിച്ചു. അങ്ങനെ ഇവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു കമ്പനിയായി. ഞാനിവിടെ 3-4 ദിവസം താമസിച്ചിട്ട് ഇവിടുത്തെ ഒരുപാട് ആളുകളുടെ ഫോട്ടോ ഞാൻ എടുത്തു. സ്കൂളിലെ ഒരു ടീച്ചർ എന്നെ അവിടെ കുട്ടികളുടെ കൂടെ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചു. ഞാൻ അതിന് പോയി ഭക്ഷണം കഴിച്ചു. ഒരുപാട് കുട്ടികളുടെ ഫോട്ടോ ഒക്കെ അവിടെ നിന്ന് എടുത്തു. അങ്ങനെ അപ്പോഴാണ് ഒരു ടീച്ചർ എന്നോട് പറയുന്നത്, ഒരുപാട് ആളുകൾ, ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമായിട്ടും ആദ്യമായിട്ടാണ് ഒരാൾ ഇത്ര ഈ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളോട്ട് ഇറങ്ങിച്ചെന്ന് ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുന്നതെന്നൊക്കെ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതവിടെ നിൽക്കട്ടെ. ഇനി മറ്റൊരു കാര്യം പറയാം. ഞാൻ കുറച്ച് കാലമല്ലോ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യമേ ഒരുപാട് ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു, നിനക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ, അല്ലെങ്കിൽ ഒരു ട്രാവൽ വ്ളോഗ് തുടങ്ങിക്കൂടെ എന്നൊക്കെ. പക്ഷേ അന്നൊക്കെ ഞാൻ ഇങ്ങനൊരു സംഭവം തുടങ്ങുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഈ ഒരു വ്ളോഗിങ് നമുക്ക് പറ്റിയ പണിയല്ല എന്നാണ് ഞാൻ അന്ന് വിചാരിച്ചിരുന്നത്. എന്നാൽ നമുക്കൊരു സംഭവം തുടങ്ങണമെങ്കിൽ അത് നമുക്ക് തന്നെ ഉള്ളിൽ തോന്നണമല്ലോ. അല്ലാതെ മറ്റൊരാൾക്ക് പറഞ്ഞിട്ട് നമ്മളെ ഒരു സംഭവം തുടങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത്തരത്തിൽ ഒരു വ്ളോഗ് തുടങ്ങണമെന്ന് ആദ്യമായിട്ട് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നത് ആ ഒരു ടീച്ചർ ആ ഒരു കാര്യം എന്നോട് പറഞ്ഞ സമയത്താണ്. കാരണം ഈ ഒരു പോസ്റ്റ് ഓഫീസിനും അപ്പുറം ഒരു ഹിക്കിം വില്ലേജ് ഉണ്ട്. അവിടെ നല്ല രസമുള്ള കാഴ്ചകളും ജീവിതങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആളുകൾ അറിയുന്നില്ല, അല്ലെങ്കിൽ ആരും ഇത് ആസ്വദിക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ പുറത്തുള്ള ആളുകളെ ഈ ഒരു പോസ്റ്റ് ഓഫീസിനും അപ്പുറമുള്ള ഹിക്കിം വില്ലേജ് കാണിക്കുക എന്നുള്ള ആ ഒരു ഐഡിയ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഐഡിയ. ശരിക്കും എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്ത ഒരു കണ്ടൻറ്റ് ഇതായിരുന്നു. ഇത് രാജാക്കുങ്ക, ഇത് രാജ, ഇത് അപ്പം അന്ന് എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോയുടെ ഐഡിയ ആയിരുന്നു ഹിക്കിം വില്ലേജ് ബിയോണ്ട് ദ പോസ്റ്റ് ഓഫീസ്. അന്ന് ഞാൻ മനസ്സിലിട്ട് വെച്ച ടൈറ്റിലാണിത്, ഹിക്കിം വില്ലേജ് ബിയോണ്ട് ദ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ ഏതായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. കണ്ട എല്ലാവർക്കും നന്ദി. कैसा है? ठीक है? किधर गई? मामा पापा किधर है? खेत में? मामा पापा क्या क्या है दिखाओ.
अच्छा ये क्या बार्ली बार्ली है क्या നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങളൊക്കെ ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ ശരിക്കും മൂക്കുന്നതിന് മുമ്പ് കഴിക്കുമ്പോൾ സ്വീറ്റാണ് കേട്ടോ देख रहे നല്ല ഉരുളൻ കല്ലാണ് നല്ല റൗണ്ട് കോട്ടി പോലുണ്ട് ചിലപ്പോൾ ഉള്ളിൽ ഫോസിൽ ഉണ്ടാവാം ഏതായാലും ഞാൻ പൊട്ടിച്ച് നോക്കുന്നില്ല കയ്യിലൊക്കട്ടെ ഇപ്പോൾ റെക്കോർഡ് ചെയ്യാതിരുന്ന സമയത്ത് ഒരു ഫോസിലും കൂടി കിട്ടി എനിക്ക് ഇത് നമുക്ക് നേരത്തെ കിട്ടിയത് ഇതിപ്പോൾ കിട്ടിയത് കൊള്ളാം ഇതിൻ്റെ ഷേപ്പ് വേണ്ടില്ല റൗണ്ട് ഇങ്ങനെയാണ് സാധാരണ ഫോസിൽ നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ എളുപ്പമാണിത് ഫോസിലിൻ്റെ അടയാളം പോലെ ഉണ്ട് പക്ഷെ ഇത് കംപ്ലീറ്റ് അല്ല പോട്ടെ ഇത് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ തമ്മിൽ തട്ടിയിട്ട് സ്ക്രാച്ച് ആവും ഇതിലുള്ള ഈ ടെക്സ്ചർ പോയി പോകും അതുകൊണ്ടാണ് നമ്മൾ ടിഷ്യൂവിൽ പൊതിഞ്ഞ് വയ്ക്കാൻ പോകുന്നത് ഇതിനുള്ളിൽ ഫോസിൽ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കല്ലിൻ്റെ ഈ ഒരു ഷേപ്പ് കൊണ്ട് എടുത്താണ് നമ്മൾ അപ്പോൾ ഏതായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു ചാനൽ വീഡിയോ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ नहीं ये यूट्यूब में आएगा यूट्यूब मिलेगा इधर रेंज नहीं है नेट नहीं है ना इधर हाँ पापा सब दिखा है ഒക്കെ ഞാൻ പറഞ്ഞുതരാം അതൊന്ന് തീർത്തോട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ട എല്ലാവർക്കും നന്ദി